നമ്മളിപ്പോൾ കയറുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. നോക്കി ഈ അതേപോലെ അല്ലേ കോടിക്കണക്കിന് ഒരുപാട് സാധനം നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. ഒരു വള്ളികളൊക്കെ അയ്യടാ, ഓ സൂപ്പർ. ഇത് കണ്ട തേക്കിനെ ഇവിടെ മറ്റേ തേക്ക് പ്ലാന്റേഷൻ പോലെ കറക്റ്റായിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ഈ ഇതിൻ്റെ അകത്ത്. കൊള്ളാം കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ നോക്കിയേ. പിന്നെ ചരിത്രത്തിൻ്റെ സാക്ഷി തേക്ക് തോട്ടത്തിൽ കാണുന്ന ഷഡ്പഥങ്ങളാണ് കേട്ടത് മൊത്തം. ഈ വക സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. 135ഓളം ഐറ്റം ഉണ്ട് കേട്ടോ. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് തേക്ക് മ്യൂസിയത്തിലാണ് കേട്ടോ. ഇവിടുത്തെ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം ബയ്യായും നവാസിക്കായും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വൈവിധ്യമാർന്ന പല തരത്തിലുള്ള സസ്യ ജാലങ്ങളെയും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉൾപ്പെടെ നിരവധി ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ പുഷ്പങ്ങളും ചെടികളും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന കുറേ കാഴ്ചകൾ. തേക്ക് മാത്രമല്ല, തേക്കിൻ്റെ മ്യൂസിയം മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഗാർഡനുകൾ ഉൾപ്പെടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കുറേ കാഴ്ചകളാണ്. ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പൻ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയൊരു തേക്ക് മരത്തിൻ്റെ തായ്വേരാണ് കേട്ടോ. അല്ല, തായ്വേരല്ല, അതിൻ്റെ വേരാണ് ഈ കാണുന്നത്, ഒരൊറ്റ മരത്തിൻ്റെ. ഇതിൻ്റെ മറ്റുള്ള മരങ്ങളിൽ നിന്നും സാറ് പറഞ്ഞതാണ്, മറ്റുള്ള മരങ്ങളിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാ മരത്തിനും ഒരു തായ്വേരുണ്ടാവും. ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരെണ്ണം ഉണ്ടാവും. പക്ഷെ ഇതിന് തേക്കിന് അങ്ങനെ ഒരു സംഭവമില്ല. ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ മരം മറിഞ്ഞു പോകും, ദ്രവിച്ചു പോകും അല്ലേ. ഓ, അപ്പം ഇവനാണ് ആ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, താങ്ക്സ് സാർ. ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1, 2, 3, 4 അങ്ങനെ ഇട്ട് ഓരോ ഏതൊക്കെ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഈ വള്ളികളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു പന്തലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ജൈവ വിഭവ ഉദ്യാനം. ഇതിനകത്ത് കയറിയ ബട്ടർഫ്ലൈ ഗാർഡൻ ഉൾപ്പെടെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ അമ്മച്ചിമാരൊക്കെയാണ് കളിക്കണമെന്നേ ഉള്ളൂ. ജൈവ വൈവിധ്യത്തിൻ്റെ ജീവസുറ്റ കാഴ്ചകളിലേക്ക് സ്വാഗതം. നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. നോക്കിയേ, എന്താ ഭംഗി നോക്കിയേ. ഒരു വള്ളികളൊക്കെ അയ്യടാ, ഓ സൂപ്പർ. ഇതുണ്ടോ ഓർക്കിഡ് ഹൗസ്, ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചോ, ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ പിടിക്കാം. ഇത് കണ്ടോ ഇവിടെ ഓർക്കിഡ്. അതായത് ഈ നമ്മൾ വന്നിരിക്കുന്നത് തേക്ക് മ്യൂസിയത്തിലാണെങ്കിലും ഇവിടെ ഈ ജൈവ വൈവിധ്യങ്ങളുടെ വൻ കലവറ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന, അതേപോലെ ചെടികളും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ ഒരു ശാന്തവും കുളിർമയും കൊണ്ട് നിറച്ച് റീഫ്രഷായിട്ട് തിരിച്ച് നമുക്ക് പോകാം. നമ്മളിപ്പോൾ കയറുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് കേട്ടോ. ഉച്ചസമയമായതുകൊണ്ട് ബട്ടർഫ്ലൈ കാണുവാണെന്ന് അറിയാം. തന്നെ അവർ തേൻ നുകരാൻ പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. പക്ഷെ ഇവിടെയൊക്കെ നിറച്ചും പൂക്കളും തേൻ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ കാണേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളും നടക്കുന്നത് കേട്ടോ. ആഹാ, എന്താ ഭംഗിയെന്ന് നോക്കിയേ, എന്ത് രസം. ഇതുണ്ട് ഓരോരോ ഇനം തിരിച്ചാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നൊരു സംഭവമാണ് ഇത്. ഇതിപ്പോഴും, മുമ്പല്ല ഇപ്പോഴും ഉണ്ട്. ഇതുണ്ട് മയിൽ കിടക്കണ പോലെ കിടക്കും. എന്താ നല്ല പൂവല്ലേ. ഇതിനകത്തുള്ള പലതരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ ഓരോ മോഡലുകളെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടത് ഇവിടെയൊക്കെ കുറച്ചൊക്കെ കാണാം കേട്ടോ. ഇതിനെ ചുറ്റി കുറച്ച് ചിത്രശലഭങ്ങളുണ്ട്.
കാരണം ഇവിടെ ഒരു ഭയങ്കര ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, ഭയങ്കര. അതിൻ്റെ മേലൊരു പുലി ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് കണ്ട, നമ്മളിത് ഇവിടുന്ന് ഇടയ്ക്ക് ഇങ്ങനെ നടക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സൂക്ഷിച്ച് നടന്നൊക്കെ പോയിക്കോളേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പുറത്ത് നല്ല ചൂടുള്ളത് കൊണ്ടേ നമുക്കിത് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമഴയാണ് കേട്ടോ. ഇത് ഒരു സന്തോഷമുണ്ട്, ഒരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. ഇവിടുന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട്. ഇത് കണ്ടോ ഒരു തരത്തിലുള്ള ആമ്പൽ, നോക്കിയാൽ എന്ത് രസം കാണാൻ. അതിൻ്റെ പാത്രമൊക്കെ നിരത്തി വെച്ചിരിക്കണ പോലെ നല്ല ഭംഗിയായിട്ട്. ഇതെന്തായാലും 50 രൂപയ്ക്ക് വരുന്നവർക്ക് എന്തായാലും നല്ല ലാഭമാണ്. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട, മറ്റ് പ്രോബ്ലങ്ങളുള്ള കുട്ടികൾക്കൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഹെർബൽ ഗാർഡൻ. ഉത്രാടത്തിൻ്റെത് ധനു പ്ലാവാണ്, മൂലത്തിൻ്റെത് വെള്ളക്കുന്തിരിക്ക. ഓരോന്നിൻ്റെയും അതുപോലെ തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും അനുസരിച്ചുള്ള മരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉരുട്ടാതി മാവാണ്. ഫലം വിത്ത്, ഇല, പുഷ്പം, അതിസാരം, മുറിവ്, വിളർച്ച. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ ഫോട്ടോ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വള്ളിയും വെള്ളവും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ഒത്തിരി സ്പോട്ടുകൾ ഇവിടെ അതിനുവേണ്ടി തന്നെ ഇവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട കന്നിമാരത്തേക്ക്, കണ്ട തേക്ക് മ്യൂസിയം, തേക്കിൻ്റെതെല്ലാം കാണാം. ഇതാണ് ദയായി തുടരുത്. നോക്കിയേ, പഴയ ഏതോ ഭയങ്കരമായിട്ടുള്ളൊരു തേക്കിനെ അതേപോലെ അവർ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ. വേണ്ട തേക്ക് കൊണ്ടുള്ള ഒരു നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ ഫുള്ള് തേക്കാകട്ടെ, തേക്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വേണ്ട. ഒരു പുരാതന കാലം മുതൽ അറബ് കച്ചവടക്കാർ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഘമാണ് അത്. സംഭവമാണ് ഈ ഉരു എന്ന് പറഞ്ഞാൽ. അതുമൊക്കെ ഈ തേക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കന്നിമാര തേക്ക്, പറമ്പിക്കുളം, പാലക്കാട് എന്നുള്ളതാണ്. ഹൈറ്റ് 39.98 മീറ്റർ. അത് റിപ്പയർ കൊള്ളാമല്ലോ. മറ്റേ തേക്കിലുള്ള മറ്റേ ATM കൗണ്ടർ, തേക്ക് കൊണ്ടുള്ള. ഒയ്യടാ എൻ്റെ പൊന്നെ, നോക്കി. അതേപോലെ അല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സാധനം. അതൊരു അമൂല്യ നിധിയായിട്ട് തന്നെ ഇവർ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഒറ്റടിക്ക് കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട് ഇത് പീസാക്കിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ, അല്ലേ. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഒരൊറ്റ തടിയായിട്ട് വെച്ചിരിക്കുക. എന്നാൽ കറക്റ്റ് ഒരു കൈവരിയൊക്കെ വെച്ച് ഇങ്ങനെ വരാവുന്ന പരുവത്തിൽ തന്നെയാണ് അതിന്. ഇതിങ്ങനെ ചവിട്ടുപടിയുണ്ട്. തേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. തേക്ക് കുടുംബവും ഇത് കണ്ട തേക്കിനെ ഇവിടെ മറ്റേ തേക്ക് പ്ലാന്റേഷൻ പോലെ കറക്റ്റായിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. കൊള്ളാം കേട്ടോ. തേക്കിനെ കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. തേക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു വേരിൻ്റെ സെറ്റപ്പാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, അത് പോകുന്ന രീതികളും അതിനെക്കുറിച്ചൊക്കെയാണ്. തേക്കിൻ്റെ തോട്ടം, മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ നോക്കിയേ. പിന്നെ ചരിത്രത്തിൻ്റെ സാക്ഷി, തേക്ക് തടി പരമ്പരാഗത ഉപയോഗങ്ങളിൽ ഇത് കണ്ട പല പല സാധനങ്ങൾ തേക്കടി കൊണ്ടുള്ള.
തേക്ക് തോട്ടത്തിൽ കാണുന്ന ഷഡ്പദങ്ങളാണ് കേട്ടത് മൊത്തം. ഈ വക സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. 135ഓളം ഐറ്റം ഉണ്ട് കേട്ടോ. വലിയ ചിത്രശലഭം തൊട്ട് ചെറിയ തേക്കിൻ്റെ താഴെക്കുടം. ചാരു കസേര, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അവിടെയും വരുമെന്ന് പറയില്ല. ആ പത്തായമാണ് കേട്ടോ ഈ സാധനം. പണ്ട് ഓരോ സാധനങ്ങളൊക്കെ നെല്ലും അതൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഈ ഒരു നമ്മൾ ഇവിടുത്തെ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, വലിയ മുതിർന്ന ആളുകൾക്ക് കൊടുക്കുന്നത് 50 രൂപയാണ് ഇവർ ഫീസ് ഈടാക്കുന്നത്. പക്ഷേ അതെന്താണെങ്കിലും അത് നമുക്ക് തീർത്തും 50 അല്ല, അത് 100 രൂപ കൊടുത്താലും നമുക്ക് അത് മതിയായില്ല. കാരണം അത്രയേറെ നമുക്കിവിടെ കാണാനും പഠിക്കാനും ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ നിന്ന് ഇവിടെ വിസിറ്റ് നടത്തുന്നത് കാണാം. തീർച്ചയായും ആ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നതൊരു ഒരു സ്റ്റഡി ടൂറായിട്ട് ഇവിടെ വന്നു പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാനായിട്ട് സാധിക്കും. വന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? സ്കൂളിൽ കഴിക്കുവാണോ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടാ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഇവിടെ ഉണ്ടോ പിള്ളേർ വന്ന് തകർക്കുക കേട്ടോ ഇവിടെ. കണ്ടോ ഇവന്മാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ, നമ്മുടെ ഫോളോവേഴ്സ് ആണല്ലേ. ആ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്ന് വരുവാ. അവിടെ ചെസ് കളിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ തേക്ക് മ്യൂസിയത്തിൽ വന്നപ്പോൾ നമ്മൾ കുറേ പിള്ളേർ നമ്മളെ കയറി പൊതിഞ്ഞു കേട്ടോ അവിടെ. അതിൽ കുറച്ച് പിള്ളേർ ഏതൊക്കെയോ വീഡിയോ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് മറ്റേ ചേട്ടനാണ് കേട്ടാന്നൊക്കെ. ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.